എന്നിട്ട് എന്തൊക്കെ സാഹചര്യം സുഖല്ലേ? സുഖാണ്ടാ, അൽഹംദുലില്ലാ, അങ്ങനെ പോണ്. ഭയങ്കര ടയർഡായിരുന്നു. അല്ല പണി എന്നോട് പറയാൻ ചെങ്ങായി കരിങ്കലും പണി ഇരുന്നു. ശരീരത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. എന്റെ വളെന്താ ഒഴിച്ചിലും സുഖമായിട്ട് പോണ്ട്, കുഴപ്പമൊന്നുമില്ല. ഈ എനിക്ക് നല്ല സുഖമുണ്ട്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടല്ലോ പിടിച്ച് കുറച്ചാൽ ബുദ്ധിമുട്ടാണ്. കണക്കാന കോഴിപ്പഴ അല്ലേ ആ പണി അതിന് കോഴിക്ക് നല്ല വില കൂടിയല്ല. പിന്നെന്താ, നല്ല മെച്ചല്ലേ കോഴിക്ക്. ആ പണിയൊന്നും എടുത്തു അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നോ. എല്ലടാ വേസ്റ്റ് കൊണ്ടുപോയിരുന്നത് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ? ഇതാടാ വണ്ടിക്കാരനാ പോണേ, വേസ്റ്റിട്ട വണ്ടിക്കാരൻ അത്ര പോണേ, വേസ്റ്റിട്ടവനെ പിടിക്ക്. എന്താ വേസ്റ്റാണ് കൊണ്ടിട്ടാണ് ഓടുന്നത്? എന്ത് വേസ്റ്റാണ്? കഴിഞ്ഞ കവറാണ് എറിഞ്ഞത്. മനസ്സിൽ നിൽക്കാൻ പറ്റോടാ? ചാവി എന്തിനാ ചായ തൊട്ടല്ല കളി. ചാവി കയറൂല. ചാവി വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വാജി, ചാവി വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വാ. വണ്ടി എടുക്കണം. അപ്പൊ വണ്ടി എടുക്കണ്ട, ചായ ഉണ്ടെന്നാല് വേസ്റ്റ് ഇട്ടു ജി, എനിക്കതാണ് നല്ലത്. ഇവിടെ വന്നു. ഇത് ഡെയിലി ഞങ്ങൾ ഈ മണം ഇങ്ങനെ സൂക്ഷിച്ച് നടക്കുക. ഇതേപോലെ തന്നെ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ട് ഈ വേസ്റ്റ് റോഡ് സൈഡിൽ കൊടുത്തിടുക. ഈ പരിപാടി ഇന്നത്തോടു കൂടി നിർത്തണം. ഇവിടെ വാ, ഈ മേലാല് ഇങ്ങനത്തെ വേസ്റ്റ് ഈ ഭാഗത്തേക്ക് കൊടുന്നിടരുത്. നമ്മളവിടെ ഇതിനുള്ള സൗകര്യം ഒന്നുമില്ല. മഴയൊക്കെ പെയ്തുകൊണ്ട് ആകെ വെള്ളമായിട്ട് വെള്ളം ഇതൊക്കെ അതുകൊണ്ട് പ്രശ്നമാണ്. അപ്പൊ നമ്മളവിടെ കൊടുത്തിടണം. ഞങ്ങൾ ഈ സ്മെല്ല് മുഴുവൻ മണക്കണം. സംവിധാനം ഇല്ലെങ്കിൽ അതിനുള്ള സംവിധാനം കണ്ടെത്തണം നിങ്ങള്. ഞങ്ങളിത് ഈ ശ്വസിച്ച് മണത്ത് ഇങ്ങനെ ഇടങ്ങറാകുക. നിങ്ങളെപ്പോലത്തെ ആൾക്കാരാണ് ഇതേമാതിരിയുള്ള ഇത് രോഗങ്ങൾ പരത്തുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ സ്കൂളൊക്കെ അടുത്തുള്ളതാണ്. അപ്പൊ കുട്ടികളൊക്കെ ഇതില് ഒരുപാട് കുട്ടികളും ആളുകളൊക്കെ യാത്ര ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ രോഗങ്ങളൊക്കെ പടർത്തുന്നത് നായ്ക്കളൊക്കെ കടിച്ചുകൊണ്ട് എവിടെ കൂടെയൊക്കെ കൊണ്ടുവരും. അപ്പൊ അതുകൊണ്ട് ഇതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പൊ ഉണ്ട്, നിലവിൽ വന്നിട്ടുണ്ട്. പല സംസ്കരിക്കാനുള്ള പല സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ ഓഡിറ്റോറിയങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്. ആരും ഇത് ചെയ്യരുത്. ഇത് വളരെയധികം എല്ലാ ജനങ്ങൾക്കും ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണിത്. അപ്പൊ എല്ലാവരോടും കൂടിയാണ് ഇത് പറയുന്നത്.